ചേച്ചി എല്ലാം ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് തന്നെ ആ കൈ നോക്കണ അങ്കിള് നമ്മളെ വീട്ടിൽ വരാനും അതേ ദിവസം തന്നെ അച്ഛൻ സുമലത ആന്റിയുടെ വീട്ടിൽ പോവാനും എല്ലാം കൂടെ ഒന്ന് ആലോചിച്ചു. ആ പൂജ കഴിയുമ്പോ എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? എനിക്ക് തോന്നണില്ല. നീ എന്തുവാടി ആലോചിക്കണേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, അവര് തമ്മിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കൂടെ പോവോ അതോ അമ്മയുടെ കൂടെ പോവും? നിർത്തടി, എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണ ഒരു കുറ്റമാണോ? പ്രാക്ടിക്കല്. എന്താണ് രണ്ടും വെളി ഇറങ്ങിക്കണേ? മണി രണ്ടിനെ ഇറക്കി വിട്ടാ? നമ്മളാരും ഒന്നും ഇറക്കി വിട്ടില്ല. എന്ത് രണ്ടുപേർക്കും ഒരു ഗൗരവം എന്ത് പറ്റി? എവിടെയായിരുന്നു അച്ഛൻ ഇത്രയും നേരം? ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സുമലതയുടെ വീട് വരെ. ആ, സുമലതയാണ് പ്രശ്നം. എന്ത് സുമലതയ്ക്ക് പ്രശ്നം? സുമലതയുടെ വീട്ടിൽ പോയതും പോരാ, ഒരു ഉൾപ്പില്ലാത്തത് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ടല്ലേ. അവരെന്ത് കൈവിഷമാണ് നിങ്ങൾക്ക് തന്നത്? എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ എന്തോന്ന് പറയണ മണി? നീ എന്തോ പറയണത്? ഒന്നും അറിഞ്ഞോളല്ലോ. ഒന്നും അറിഞ്ഞോളെന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാലോ. ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ നാട്ടുകാരെ അകത്തെങ്ങാനും പോ. എന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം. വാ, നിങ്ങൾ വാ. കേറി വരാനല്ലേ പറഞ്ഞത്? സംഭവിക്കൂടി. നീ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. വാ, സത്യം പറയണം. നിങ്ങൾ എന്തിനാണ് അവളുടെ വീട്ടിൽ പോയത്? സുമലതയുടെ വീട്ടില്? അയ്യോ മണി, അതിന് സുമലതയുടെ വീട്ടിൽ നിങ്ങളൊന്നും പറയണ്ട. എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പറയട്ടെ, സുമലതയുടെ വീട്ടിൽ പോയെന്ന് കേക്കണ്ട. മനസ്സിലായി. അമ്മ, അച്ഛൻ ഒന്ന് പറഞ്ഞോട്ടെ. അതെ മണി, ഞാൻ പറയട്ടെ. എടി, ഇന്ന് സുമലതയുടെ വീട്ടിൽ ഒരാൾ വന്നു, ഒരു കൈനോട്ടക്കാരൻ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഭർത്താവിന് വലിയൊരു അപകടം പറ്റാൻ പോണ്, അത് ഒഴിവാക്കണമെങ്കിൽ ഒരു പൂജ ചെയ്യണം, ഈ താലിമാല പൂജിക്കണം എന്ന് പറഞ്ഞ് 4 പവന്റെ താലിമാലയും വാങ്ങിച്ചോണ്ട് പോയി. കള്ളനായിരുന്നെന്ന്. അയാളുടെ വേല എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരെ വീട്ടിൽ പോകും. അവരെ വീട്ടിൽ പോയിട്ട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇതുപോലെ മാലയൊക്കെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചോണ്ട് പോകും. എന്നിട്ട് എന്തോന്നായി? എന്നിട്ട് തക്ക സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ എത്തിയ ഉടനെ പോലീസിനെ ഇൻഫോം ചെയ്തു. ആളെ പിടിച്ചു. പിടിച്ചല്ലേ? അതുകൊണ്ട് മാലയും കിട്ടും. അച്ഛാ, ആ കള്ളനെ ഇവിടെയും വന്നിരുന്നു. എന്നിട്ട് 1.5 പവന്റെ മാലയും കൊണ്ട് പോയി. മണി, നീ ഇത്ര പൊട്ടിയായി പോയില്ലേ മണി? നിങ്ങൾക്ക് അപകടം വരും എന്ന് പറഞ്ഞാലേ മാലയല്ല, ഞാനൊരു ജീവൻ വരെ കൊടുക്കും. ഇനിയിപ്പോ പോട്ടെ. അല്ലെങ്കിൽ ഞാൻ പിള്ളേരോട് പറയായിരുന്നു, ഒരു കാരണവും ഇല്ലാതെ രവിയേട്ടൻ അവരെ വീട്ടിൽ പോവില്ലെന്ന്. ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ? എന്റെ ദൈവമേ, ഇല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുവിട്ട് വെറുതെ എന്തൊക്കെ ഈ അമ്മ പറയായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ പാവം. എന്ത് പറഞ്ഞു? ഒന്നുമില്ല അച്ഛാ, അത് ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നമാണ്. അതെ, അതൊക്കെ പോട്ട്. അച്ഛൻ ആ മാല എങ്ങനെയും കിട്ടുമെന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ കിട്ടുമായിരിക്കുമല്ലേ മാല? കിട്ടും. രവിയേട്ട വാ വാ. നോക്കടി, അടയും ശർക്കരയും പോണ. നീ എന്തോന്ന് ആലോചിക്കണേ? അല്ല റിങ്കി, ആ ഡോക്ടറിനെ കെട്ടാതെ അച്ഛനെ തന്നെ അമ്മ കെട്ടിയതോ ഒന്ന്. എങ്ങനെ സംഭവിച്ചത്? അല്ല, ഡോക്ടറിനെ കെട്ടിയിരുന്നെങ്കിൽ എന്റെ അച്ഛന്റെ ജോലി എന്താന്ന് പറയും? കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ ഗമയില് പറയും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.